ആഞ്ഞടിച്ച് UDF തിരമാല. വികാരത്തിൽ കേരളത്തിൽ ആഞ്ഞുവീശി UDF തരംഗം. ഇടതുകോട്ടകൾ തകർത്ത് 102 സീറ്റിൽ ചരിത്ര വിജയം നേടിയാണ് UDF സംസ്ഥാന ഭരണം തിരിച്ചുപിടിച്ചത്. 13 മന്ത്രിമാർ തോറ്റപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഷ്ടപ്പെട്ടാണ് ധർമ്മടത്ത് ഉയർത്തുകയാണത്. 35 സീറ്റ് മാത്രമാണ് LDFിനുള്ളത്. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ തുടങ്ങിയ 3 മണ്ഡലങ്ങളിൽ BJP വിജയിച്ച് അവരുടെ കരുത്തുകാട്ടി. UDF തരംഗമോ സുനാമിയോ? ചെങ്കോട്ടകൾ തകർന്നടിഞ്ഞു. UDFന് കണക്കുകൾക്കപ്പുറമുള്ള വമ്പൻ വിജയം. 100 കടന്ന് 102-ലെത്തി UDFന്റെ തേരോട്ടം. സീറ്റുണ്ടായിരുന്ന കോൺഗ്രസ് ഇക്കുറി ജയിച്ചത് 63 മുസ്ലിം ലീഗ് 22 7 കേരള കോൺഗ്രസ് ജോസഫ് RSP 3 സീറ്റിലും വിജയിച്ചു. RMP, CMP, കേരള കോൺഗ്രസ് ജേക്കബ് പാർട്ടികൾക്കും മത്സരിച്ചെടുത്ത് വിജയം. G സുധാകരൻ, V കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ തുടങ്ങി CPIM-നോട് പിണങ്ങിയിറങ്ങിയവർ അത്ഭുതം കാട്ടി. വയനാട്, മലപ്പുറം, എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ UDF സമ്പൂർണ്ണ വിജയം നേടി. 67 സീറ്റുണ്ടായിരുന്ന CPIM 26 സീറ്റുകളിലേക്ക് ഒതുങ്ങി. CPI 8ലേക്ക് ചുരുങ്ങി. കേരള കോൺഗ്രസ് എമ്മും NCPയും INL-ഉം സീറ്റൊന്നും കിട്ടാതെ സംപൂജ്യരായി. മട്ടന്നൂർ, ധർമ്മടം, പയ്യന്നൂർ, കല്യാശ്ശേരി, തൃക്കരിപ്പൂർ, ഏലത്തൂർ എന്നീ നെടും കോട്ടകളിൽ LDF വോട്ട് കുത്തനെ കുറഞ്ഞു. പാലക്കാട്, തൃശൂർ ജില്ലകളാണ് LDFനെ വൻ നാണക്കേടിൽ നിന്ന് രക്ഷിച്ചത്. 2016-ൽ O രാജഗോപാൽ ജയിച്ച നേമം സംസ്ഥാനാധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിലൂടെ BJP തിരിച്ചു പിടിച്ചു. കഴക്കൂട്ടത്ത് ഇഞ്ചോടിഞ്ച് മത്സരത്തിലാണ് കടകംപള്ളി സുരേന്ദ്രനെ V മുരളീധരൻ തോൽപ്പിച്ചത്. A ക്ലാസ് മണ്ഡലമായ കൊല്ലത്തെ ചാത്തന്നൂരിൽ BJP നേടിയത് തകർപ്പൻ വിജയം. BB ഗോപകുമാറിനാണ് ജയം. മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട്, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ വോട്ടെണ്ണലിന്റെ പല റൗണ്ടുകളിലും NDA മുന്നിട്ടു നിന്നു. 24 തിരുവനന്തപുരം. ചിലരുടെ അനുമാനങ്ങളെയും പ്രവചനങ്ങളെയും എക്സിറ്റ് പോളുകളെയും എല്ലാം കാറ്റിൽ പറത്തിയായിരുന്നു സുനാമി അടുപ്പിച്ച് UDF കരുത്തുറ്റ വിജയം നേടിയത്. കഷ്ടിച്ച് കടന്നുകൂടുമെന്ന സർവേ ഫലങ്ങളെ തിരുത്തി സംസ്ഥാനത്ത് UDF അനുകൂല തരംഗം ആഞ്ഞടിച്ചതിന് കാരണം സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ജനവികാരമാണ്. മത സാമുദായിക ഭേദമോ പ്രാദേശിക വ്യത്യാസമോ ഇല്ലാതെ എല്ലാ മേഖലയിൽ നിന്നും ജനം LDFനെതിരെ ആഞ്ഞു കുത്തിയിട്ടുണ്ട്. ഇടതുപക്ഷ വോട്ട് ബാങ്കിൽ സംഭവിച്ച വ്യാപകമായ ചോർച്ചയും തരംഗത്തെ സ്വാധീനിച്ചു. വോട്ടെടുപ്പിന് മുമ്പും പിൻപും നടന്ന സർവേകളുടെ ഒന്നും കണ്ണിൽപ്പെടാതെ പോയ തരംഗമാണ് UDFനെ സ്വപ്നതുല്യമായ വിജയത്തിലേക്ക് എത്തിച്ചത്. പരമാവധി 90 സീറ്റാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ UDFന് പ്രവചിച്ചിരുന്നത്. എന്നാൽ അതുക്കും മേലെയുള്ള വിജയമാണ് ജനങ്ങൾ UDFനായി ഒളിപ്പിച്ചു വെച്ചത്. ഇതിന്റെ മുഖ്യ കാരണം സർക്കാരിനും അതിന്റെ മുഖ്യനായകനുമായ പിണറായി വിജയനുമെതിരായ വികാരമാണ്. വികസനത്തിനും ക്ഷേമത്തിനും അപ്പുറം തുലനം ചെയ്തത് ധാർഷ്ട്യവും ധിക്കാരവും അധികാരഭ്രമവും നിറഞ്ഞ ഭരണശൈലിയാണ്. ഇതോടെ സുനാമി കണക്കെ സംസ്ഥാന വ്യാപകമായി UDF തരംഗം ആഞ്ഞു വീശി. ഇടതിന്റെ നെടുങ്കോട്ടകളായി കരുതിപ്പോന്നിരുന്ന തൃക്കരിപ്പൂരും പയ്യന്നൂരും തളിപ്പറമ്പും പേരാമ്പ്രയുമെല്ലാം കടപുഴകി. ധർമ്മടത്ത് സാക്ഷാൽ പിണറായി വിജയൻ പോലും വിജയിച്ചു കയറാൻ നന്നായി വിയർക്കേണ്ടി വന്നുവെന്ന് പറയുമ്പോൾ UDFന്റെ പ്രഹരശേഷി എന്തെന്നത് വ്യക്തമാണ്. പാലക്കാട്, തൃശൂർ ജില്ലകളുടെ കരുത്തിലാണ് LDF ഇത്രയെങ്കിലും സീറ്റിലേക്ക് വന്നത്. സാമുദായിക ധ്രുവീകരണം പോലെ പതിവ് ന്യായീകരണം കൊണ്ട് പരാജയത്തെ ന്യായീകരിക്കാൻ CPIM-നോ LDF-നോ കഴിയില്ല. കാരണം മതജാതി വ്യത്യാസമോ മലയോരമെന്നോ തീരപ്രദേശമെന്നോ കണക്കാക്കാതെ എല്ലാ ജനങ്ങളും സർക്കാരിനെതിരെ ആഞ്ഞു കുത്തിയിട്ടുണ്ട്. UDFന് രാഷ്ട്രീയ വോട്ടിനും സർക്കാർ വിരുദ്ധ വികാരത്തിനുമൊപ്പം സ്ഥിരമായ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവർ മാറി ചിന്തിച്ചതും തരംഗത്തിന്റെ പ്രവേഗം കൂട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ള വിശ്വാസ വിഷയങ്ങളും ഫലത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ദേവസ്വം മന്ത്രി VN വാസവനും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും തോറ്റു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ജനം നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ച് മുന്നോട്ടു പോയതിന്റെ ശിക്ഷയാണ് LDFന്റെ ദയനീയ തോൽവി.
തിരുത്തുമെന്ന പറച്ചിലില്ലാതെ ഭരണശൈലിയിലോ ഇടപെടലുകളിലോ ഒരു മാറ്റവുമില്ലാതെയാണ് LDF നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. LDF അല്ലാതെ മറ്റാരുണ്ടെന്ന ചോദ്യവുമായി വന്നവരെ വോട്ടർമാർ പറപ്പിച്ചു കളഞ്ഞു. അടിസ്ഥാന വോട്ടുകൾ വരെ ചോർച്ചയുണ്ടായ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വസ്തുതാപരമായി സമീപിക്കുകയും തിരുത്തുകയും ചെയ്തില്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാവി കേരളത്തിൽ ശോഭനമല്ല. UDFന്റെ വമ്പൻ ജയത്തിന് കാരണമായി എടുത്തു പറയേണ്ടത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ്. സർക്കാരിനെതിരായ വികാരം ജനങ്ങൾ സൃഷ്ടിക്കുന്നതിൽ പ്രതിപക്ഷം ടീം UDF എന്ന നിലയിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ നിന്ന് കിട്ടിയ അകമഴിഞ്ഞ പിന്തുണ ഉറപ്പാക്കാൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുൻകൈയെടുത്തു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് KC വേണുഗോപാൽ തന്നെ നേരിട്ടിറങ്ങുകയും ചെയ്തു. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും UDFനെ ഭരണത്തിലെത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. 24 തിരുവനന്തപുരം. തുടർഭരണം മോഹിച്ചെത്തിയ മുന്നണി കനത്ത പരാജയം ഏറ്റുവാങ്ങിയതോടെ CPIMലെ പിണറായി യുഗം അവസാനിക്കുകയാണ്. ധർമ്മടത്ത് ഏറെ പ്രയാസപ്പെട്ട് വിജയിച്ച പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്താലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കിനൊപ്പിച്ച് നീങ്ങുന്ന ശൈലി പാർട്ടിയിൽ ഇല്ലാതാകും. അടുത്ത തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് നേതൃതലത്തിൽ അഴിച്ചുപണി വേണമെന്ന് ദേശീയ നേതൃത്വം ശഠിച്ചാൽ പിണറായിക്ക് പകരം KN ബാലഗോപാൽ പ്രതിപക്ഷ നേതാവും. അങ്ങനെയാണെങ്കിൽ ഒരു പിണറായി യുഗം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ അസ്തമിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം സംഭവിച്ചതോടെ കേരള രാഷ്ട്രീയത്തിലെ അതികായനായ പിണറായി വിജയന് ഇനി കീഴ്പോട്ടിറക്കത്തിന്റെ കാലമാണ്. ഈ തോൽവി CPIMന് വെറുമൊരു അധികാര നഷ്ടമല്ല, മറിച്ച് ദീർഘകാലമായി പിന്തുടരുന്ന ഒരു നേതൃശൈലിയുടെ അന്ത്യം കുറിക്കൽ കൂടിയാണ്. 10 കൊല്ലമായി ഭരണത്തിലും കാൽനൂറ്റാണ്ടുകാലമായി CPIMന്റെ സംഘടനാ സംവിധാനത്തിലും അവസാന വാക്കായിരുന്നു പിണറായി വിജയൻ. പാർട്ടിയെയും സർക്കാരിനെയും ഉള്ളം കയ്യിലെന്ന പോലെ കൊണ്ടുനടന്ന പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ തോൽവി. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായിയുടെ ചുമലിലാണ്. പിണറായിയുടെ ഭരണശൈലിക്കും വ്യക്തികേന്ദ്രീകൃതമായ തീരുമാനങ്ങൾക്കുമെതിരെയുള്ള ജനവിധി എന്ന നിലയിലായിരിക്കും തോൽവി പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യപ്പെടുക. ഇത് അദ്ദേഹം മാറി നിൽക്കണമെന്ന വാദത്തിന് ശക്തി പകരുകയും ചെയ്യും. ഫലത്തിൽ UDF സുനാമിയിൽ ഒലിച്ചു പോകുന്നത് പിണറായി വിജയൻ CPIMനകത്ത് ഉണ്ടാക്കിവെച്ച സ്വാധീനം കൂടിയാണ്. തോൽവി പണഞ്ഞതോടെ പിണറായിയുടെ വാക്കിന് പാർട്ടിയിൽ പഴയ സ്വീകാര്യത ലഭിക്കാൻ പോകുന്നില്ല. 82 വയസ്സ് പിന്നിട്ട പിണറായി വിജയനെ മാത്രം ആശ്രയിക്കാതെ 2030 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പുതിയ നേതൃനിരയെ കൊണ്ടുവരണമെന്ന ചിന്ത ദേശീയ നേതൃത്വത്തിനുണ്ട്. അത് നടപ്പായാൽ പിണറായി വിജയന് പകരം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് രണ്ടാന്തര നേതാക്കൾ ആരെങ്കിലും വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ KN ബാലഗോപാലാണ് സാധ്യത. സംസ്ഥാന സെക്രട്ടറി രംഗങ്ങളിൽ PM മുഹമ്മദ് റിയാസും ജയിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടിയിൽ പിണറായി വിജയന്റെ പിടിയായതിനാൽ സാധ്യത കുറവാണ്. പിണറായി വിജയന്റെ അപ്രമാദിത്വം കുറയുന്നതോടെ പാർട്ടിക്കുള്ളിൽ കൂടുതൽ ജനാധിപത്യപരമായ ചർച്ചകൾക്ക് വഴി തുറന്നേക്കാം. കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി CPIMന്റെ ഗതിവിഗതികൾ നിയന്ത്രിച്ച നേതാവാണ് പിണറായി വിജയൻ. പിണറായി യുഗം അവസാനിക്കുന്നത് പാർട്ടിയിൽ രാഷ്ട്രീയവും സംഘടനാപരവുമായ മാറ്റത്തിന് വഴിമരുന്നിടും. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ പിണറായി വിജയൻ രാജിവെച്ചു. ഗവർണർ രാജി സ്വീകരിച്ചു. പുതിയ സർക്കാർ രൂപീകരിക്കുന്നവരെ കാവൽ മുഖ്യമന്ത്രിയെ തുടരാൻ ഗവർണർ നിർദ്ദേശിച്ചിട്ടുണ്ട്. 6 ജില്ലകളാണ് LDFനെ സമ്പൂർണ്ണമായി കൈവിട്ടത്. വയനാടും മലപ്പുറവും LDFനോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു. എറണാകുളത്തും കോട്ടയത്തും ഇടുക്കിയിലും UDFന്റെ സമ്പൂർണ്ണ ആധിപത്യം. മലപ്പുറം ജില്ലയിൽ UDFന്റെ സമഗ്രാധിപത്യം. തവനൂരും പൊന്നാനിയും ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളും UDFന് 10,000-ന് മുകളിൽ ഭൂരിപക്ഷം നൽകി. താനൂരിൽ നിന്ന് മണ്ഡലം മാറിയെത്തിയ V. അബ്ദുറഹ്മാനെ തിരൂറുകാർ നിലം തൊടിയിച്ചില്ല. തവനൂരിൽ KT ജലീലിനും ദയനീയ പരാജയം. വയനാട് ജില്ലയിൽ 3 മണ്ഡലങ്ങളും UDFനൊപ്പം നിന്നു. മാനന്തവാടിയിൽ മന്ത്രി OR കേളുവിനെ കോൺഗ്രസിന്റെ ഉഷ വിജയൻ മലർത്തിയടിച്ചു. കൽപ്പറ്റയിൽ T. സിദ്ദിഖ് ജയിച്ചത് 45,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷം നേടി. എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ തവണ LDFനൊപ്പം നിന്ന കൊച്ചി, വൈപ്പിൻ, കുന്നത്തുനാട്, കോതമംഗലം മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തെ കൈവിട്ടു. ഒരു റൗണ്ടിൽ പിന്നിലായെങ്കിലും VD സതീശന് പറവൂർ നൽകിയ ഭൂരിപക്ഷം 20,000-ന് മുകളിൽ. തൃക്കാക്കരയിൽ ഉമാ തോമസിന്റെ ഭൂരിപക്ഷം 50,000-ന് മുകളിൽ. കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിൽ മന്ത്രി VN വാസവന് ഒരു തവണ പോലും ലീഡ് ഉയർത്താൻ സാധിച്ചില്ല. വൈക്കത്ത് P. പ്രദീപ് മാത്രമാണ് UDFനോട് പൊരുതി നിന്നത്. അവസാനം 1360 വോട്ടിന് KB ബിനിമോനോട് പ്രദീപ് അടിയറവ് പറഞ്ഞു. ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിനെ റോയ് K. പൗലോസ് വീഴ്ത്തിയത് 23,822 വോട്ടിന്. കഴിഞ്ഞ തവണ 30,000-ന് മുകളിൽ MM മണിക്ക് ഭൂരിപക്ഷം നൽകിയ ഉടുമ്പൻചോല ഇത്തവണ LDFനെ കൈവിട്ടു. പീരുമേട്ടിലും LDF ദയനീയ തോൽവി ഏറ്റുവാങ്ങി. ഇലക്ഷൻ ഡെസ്ക് 24.
ഇനി NDAയുടെ തെരഞ്ഞെടുപ്പ് വിശേഷത്തിലേക്ക് വന്നാൽ കേരളത്തിൽ ചരിത്രം എഴുതിവെക്കുകയാണ് ബി.ജെ.പിയുടെ കുതിപ്പാണ് നമ്മൾ കണ്ടത്. നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും താമര വിരിച്ചിട്ടുണ്ട്. നേമത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചപ്പോൾ ഫോട്ടോ ഫിനിഷിൽ കഴക്കൂട്ടത്ത് വി മുരളീധരനും ചാത്തന്നൂരിൽ അട്ടിമറിയിലൂടെ BB ഗോപകുമാറും വിജയം നേടി. എന്നാൽ 42 സീറ്റുകളിൽ മത്സരിച്ച BDJS-ഉം 2020-യും സംപൂജ്യരായി. പതിനഞ്ച് സീറ്റുകളിൽ മുന്നേറ്റം പ്രതീക്ഷിച്ചെങ്കിലും അര ഡസനോളം സീറ്റുകളിൽ വിജയത്തിൽ കുറഞ്ഞൊന്നും BJP ലക്ഷ്യം വെച്ചിരുന്നില്ല. 2021-ൽ CPIM പൂട്ടിച്ച നേമം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിലൂടെ BJP തിരിച്ചുപിടിച്ചു. വി ശിവൻകുട്ടിയോട് 4978 വോട്ടിന്റെ ഭൂരിപക്ഷം. കഴക്കൂട്ടത്ത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ കടുത്ത പോരാട്ടത്തിനൊടുവിൽ വി മുരളീധരന്റെ അട്ടിമറി. ജയം കേവലം 428 വോട്ടുകൾക്ക്. ചാത്തന്നൂരിൽ ഇരുമുന്നണികളെയും ഞെട്ടിച്ചാണ് BB ഗോപകുമാർ 4398 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയത്. കേരളത്തിൽ BJP ഇനി മുതൽ നിർണായക ശക്തിയെന്ന് സംസ്ഥാന അധ്യക്ഷൻ. ഇതുവരെ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം പുറത്തായിരുന്നു, അസംബ്ലിന്റെ പുറത്തായിരുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്, ജനങ്ങളൊരു അവസരം തന്നിട്ടുണ്ട്. അസംബ്ലിയിലുള്ളിൽ പോയി ഞങ്ങളുടെ കാഴ്ചപ്പാടും ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാനും ഞങ്ങൾക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ ചെയ്യും. BJPയെ ജനങ്ങൾ അംഗീകരിച്ചതിന്റെ തെളിവാണ് വിജയമെന്ന് മുരളീധരനും ഗോപകുമാറും. ഈ കഴക്കൂട്ടത്തെ ഒരു മാതൃകാ പ്രദേശമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുക എന്നുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ആശയം അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലുള്ള ലക്ഷ്യം. ജനം നൽകിയ പിന്തുണ ചെറുതല്ല ചാത്തന്നൂരിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഈ വിജയം അവരോട് കടപ്പെട്ടിരിക്കുന്നു, അവർക്ക് സമർപ്പിച്ചിരിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നും എപ്പോഴും ഉണ്ടാവും. ആ മാറ്റത്തിനാണ് ചാത്തന്നൂർ തുടക്കം കുറിക്കാൻ പോകുന്നത്. പാലക്കാട്, മഞ്ചേശ്വരം, തിരുവല്ല, കാസർഗോഡ്, മലമ്പുഴ, ആറ്റിങ്ങൽ എന്നിവിടങ്ങളിൽ BJP രണ്ടാം സ്ഥാനത്തെത്തി. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മുന്നേറ്റം നടത്തിയെങ്കിലും അവസാന റൗണ്ടുകളിലാണ് പിന്നിലായത്. ഏറെ പ്രതീക്ഷ വച്ചിരുന്ന തൃശൂർ, കാട്ടാക്കട, ആറന്മുള, പൂഞ്ഞാർ, പാല, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ BJP മൂന്നാം സ്ഥാനത്തായി. തെരഞ്ഞെടുപ്പിന്റെ അവസാന റൗണ്ടിൽ മുന്നണിയിലേക്കെത്തിയ 2020 മത്സരിച്ച 19 സീറ്റുകളിലും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. BDJS-ഉം നിരാശപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ കണ്ണഞ്ചിപ്പിക്കുന്ന മുന്നേറ്റവുമായി BJP വിജയഗാഥ. നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും താമര വിരിഞ്ഞു. സംസ്ഥാനത്തെമ്പാടും BJP പ്രവർത്തകർ അത്യാഹ്ലാദത്തിൽ. KG മാരാർ ഭവനിൽ നിന്നും ചിനുവിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. UDF ഭൂരിപക്ഷം നേടിയതോടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകളിലേക്ക് കടന്ന് കോൺഗ്രസ്. AICC നിയോഗിച്ച കേന്ദ്ര നിരീക്ഷകരുടെ അഭിപ്രായം കൂടി പരിഗണിച്ചായിരിക്കും മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കുക. ചരിത്ര വിജയം സമ്മാനിച്ച ടീം UDF-നെ നയിച്ച VD സതീശന് തന്നെയാണ് പട്ടികയിൽ മുൻതൂക്കം. വിജയിച്ച MLA-മാരുടെയും ഘടകകക്ഷികളുടെയും അഭിപ്രായം തേടും. തുടർന്ന് AICC നിയോഗിച്ച നിരീക്ഷകർ റിപ്പോർട്ട് കൈമാറും. തുടർന്നായിരിക്കും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം അതിവേഗത്തിലാക്കാനാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. നിലവിൽ മത്സരരംഗത്ത് ഇല്ലാതിരുന്ന ഒരാളുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വലിച്ചിഴച്ച് വിജയത്തിന്റെ നിറം കെടുത്തേണ്ടെന്ന് തീരുമാനിച്ചാൽ KC വേണുഗോപാൽ ഒഴിവാകും. അങ്ങനെയെങ്കിൽ VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നീ പേരുകളായിരിക്കും തുടർ ചർച്ചയിൽ ഉണ്ടാവുക. UDF-ന്റെ ചർച്ചകൾ തുടങ്ങും, വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങും. UDF-ന്റെ ചർച്ചകൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അതിലൊരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം ഇന്നോ നാളെയോ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച് ആ നടപടിക്രമം പൂർത്തിയാക്കി കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും. മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് നേരത്തെ തന്നെ തുടക്കമിട്ടെങ്കിലും ഭരണം കിട്ടിയതോടെ തർക്കങ്ങളൊന്നുമില്ലാതെ തീരുമാനത്തിലെത്താൻ കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ആദ്യത്തെ ഒരു സംഭവമല്ലല്ലോ. ഞങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ അത് ട്രഡീഷണലായിട്ടുണ്ട്. അത് പാർട്ടി ലീഡർഷിപ്പ് ആലോചിച്ച് എന്താണ് അതിന്റെ തുടർ നടപടികളെന്ന് ഒട്ടും വൈകാതെ തന്നെ അറിയും. പാർട്ടി പദവികളിലെ സീനിയോറിറ്റി, സാമുദായിക സന്തുലനം, പ്രാദേശിക ഘടകങ്ങൾ എന്നിവ വിലയിരുത്തിയാകും കോൺഗ്രസ് മന്ത്രിമാരെ നിശ്ചയിക്കുക. മന്ത്രിസഭയിൽ സ്ത്രീ പ്രാതിനിധ്യം കൂട്ടുന്നതിനൊപ്പം സ്വതന്ത്രരായി എത്തിയവരെയും പരിഗണിക്കും. 24 തിരുവനന്തപുരം.
വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ചൂടുപിടിച്ച ചർച്ച നടത്താൻ പോകുന്ന വിഷയം അതുതന്നെയായിരിക്കും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആര്. മറ്റു വാർത്തയിലേക്കാണ്. മലബാറിലെ ഇടത് കോട്ടകൾ തകർത്താണ് UDF വലിയ വിജയം നേടിയത്. പാർട്ടി ഗ്രാമങ്ങളേറെയുള്ള കണ്ണൂരിലെ ചുവന്ന കോട്ടകളിൽ നേതൃത്വത്തെ വെല്ലുവിളിച്ച് പുറത്തുപോയവർ വിജയിച്ചത് CPIMന് വലിയ തിരിച്ചടിയാണ്, പ്രഹരമാണ്. പാർട്ടി നേതൃത്വം തിരുത്തിയില്ലെങ്കിൽ ജനം തിരുത്തിക്കുമെന്ന പാഠം നൽകുന്നതാണ് പല പരാജയങ്ങളും. ദീപക് ധർമ്മടം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മലബാറിലെ ഇടതുകോട്ടകൾ തകർത്താണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സീറ്റുമായി കോൺഗ്രസ് വലിയ ഒറ്റകക്ഷിയായി ഭരണത്തിലേക്ക് തിരിച്ചു വരുന്നത്. പണ്ടേ പാർട്ടിയുടെ ഉരുക്കുകോട്ടകളിലാണ് ഇക്കുറി കനത്ത തിരിച്ചടി. വടക്കേയറ്റത്ത് ഉദുമയിലും തൃക്കരിപ്പൂരിലും തുടങ്ങുന്നു അത്. പാർട്ടിയുടെ പതിവ് സിറ്റിംഗ് സീറ്റുകളിൽ LDF സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി ഉദുമയിൽ 7487 വോട്ടിനാണ് UDFന്റെ K നീലകണ്ഠന്റെ വിജയം. തൃക്കരിപ്പൂരിൽ 5213 വോട്ടിനാണ് CPIM സ്ഥാനാർത്ഥി VPP മുസ്തഫയെ തോൽപ്പിച്ച് UDFന്റെ സന്ദീപ് വാര്യർ വിജയിച്ചത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായ കണ്ണൂരിലാണ് കനത്ത തിരിച്ചടി നേരിട്ടത്. പാർട്ടി വിട്ട് നേതൃത്വത്തിന് വെല്ലുവിളി ഉയർത്തിയ നേതാക്കൾക്ക് വൻ ജനപിന്തുണയുണ്ടെന്ന് തെളിയുന്ന തിരഞ്ഞെടുപ്പായി ഇത് മാറി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സിറ്റിംഗ് സീറ്റിൽ ഇടതു സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഭാര്യ PK ശ്യാമള പാർട്ടി വിട്ട് UDF പിന്തുണയോടെ മത്സരിച്ച TK ഗോവിന്ദന്റെ മുൻപിൽ പരാജയപ്പെട്ടത് 12056 വോട്ടിനാണ്. രക്തസാക്ഷി ഫണ്ടിന്റെ പേരിൽ പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തി പുറത്തുപോയ കുഞ്ഞികൃഷ്ണൻ സിറ്റിംഗ് MLA TI മധുസൂദനെ തോൽപ്പിച്ചത് 7487 വോട്ടിനും. ഈ രണ്ട് വലിയ തോൽവികൾ അക്ഷരാർത്ഥത്തിൽ കണ്ണൂരിലെ പാർട്ടിയെ മാത്രമല്ല സംസ്ഥാന നേതൃത്വത്തിന്റെ നേരെ വിരൽ ചൂണ്ടുകയാണ്. സ്വയം വിമർശനത്തിലൂടെ പാർട്ടി തിരുത്തിയില്ലെങ്കിൽ പാർട്ടിയെ അണികളും ജനങ്ങളും തിരുത്തുമെന്ന സൂചനയാണ് ചുവന്ന കോട്ടയിലെ തിരിച്ചടി നൽകുന്ന പാഠം. തോൽവി പോലെ തന്നെ നിർണായകമാവുകയാണ് ധർമ്മടത്തെ വോട്ട് ചോർച്ചയും. 10 വർഷം മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ സ്വന്തം മണ്ഡലത്തിൽ വോട്ടെണ്ണലിന്റെ ആദ്യ റൗണ്ടിൽ പിണറായി വിജയൻ പുറകിൽ പോകുന്നത് മുന്നണിക്കും പാർട്ടിക്കും ഞെട്ടലാണുണ്ടാക്കിയത്. എക്കാലത്തും പാർട്ടിക്കൊപ്പം നിന്ന കോഴിക്കോട് ജില്ലയിലും വലിയ തിരിച്ചടിയാണ് ഇക്കുറി നേരിട്ടത്. ഇടതുകോട്ടയായ പേരാമ്പ്രയിൽ ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ 5087 വോട്ടിനാണ് പരാജയം ഏറ്റുവാങ്ങിയത്. കോഴിക്കോട് നോർത്തിൽ ജനകീയനായ തോട്ടത്തിൽ രവീന്ദ്രനും തോൽവി ഏറ്റുവാങ്ങി. മലബാറിലെ സിറ്റിംഗ് മന്ത്രിമാർ AK ശശീന്ദ്രനും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും സിറ്റിംഗ് മണ്ഡലങ്ങളിൽ ദയനീയമായി തോൽവി ഏറ്റുവാങ്ങി. കനലൊരു തരിയായി മുഹമ്മദ് റിയാസ് മാത്രം സിറ്റിംഗ് മന്ത്രിമാരിൽ വിജയിച്ചു. ബേപ്പൂരിൽ ഭൂരിപക്ഷം കുറഞ്ഞു ആ വിജയത്തിനും. എന്നാൽ റിയാസ് നേരത്തെ പറഞ്ഞ 82,000 വോട്ടോളം ലഭിച്ചു എന്നത് മാത്രമാണ് ആശ്വാസം. കേരളത്തിലെ പരാജയത്തിന്റെ കാരണം പരിശോധിക്കുമെന്നാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഡൽഹിയിൽ പ്രതികരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ആളുകളുടെ മോഹമാണെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചിട്ടുള്ള നിരീക്ഷണങ്ങളും വിമർശനങ്ങളുമാണെങ്കിലും അതെല്ലാം പാർട്ടി സ്വാഭാവികമായിട്ട് പരിശോധിക്കും. UDF തരംഗമാണ് ആഞ്ഞടിച്ചതെന്നാണ് CPIM ക്യാമ്പിന്റെ ഇപ്പോഴത്തെ അടക്കം പറച്ചിൽ. എന്നാൽ ഈ ഇടതുവിരുദ്ധ തരംഗം ഉണ്ടെന്നത് നേരത്തെ തിരിച്ചറിയാൻ പാർട്ടിക്കോ മുന്നണിക്കോ എന്തുകൊണ്ട് സാധിച്ചില്ല എന്നതാണ് നിർണായകമായ ചോദ്യം. ന്യൂനപക്ഷ വോട്ട് ഏകീകരണം തിരിച്ചടിയായി എന്നതാണ് മറ്റൊരു പ്രാഥമിക നിഗമനം. എന്നാൽ ഈ ഏകീകരണം എന്തുകൊണ്ട് പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നുപോലും പാർട്ടി നേതൃത്വത്തിന് കണ്ടെത്താനാകുന്നില്ല എന്നതാണ് മറ്റൊരു നിർണായക ചോദ്യം. പാർട്ടിയിൽ തെറ്റുതിരുത്തൽ രേഖ അംഗീകരിക്കാൻ മധുര പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനം നടപ്പിലാക്കുന്നത് വൈകുമ്പോൾ കേരളത്തിലെ പാർട്ടി ഒരു വലിയ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ള തിരുത്തലിന് ഒരുങ്ങേണ്ട സമയമായിരിക്കുകയാണ്. ഒരു സർവേയിലും കാണാനാകാത്ത വലിയ UDF തരംഗം. ഇടതുകോട്ടകളെ തറപറ്റിച്ചുകൊണ്ടാണ് മലബാറിൽ UDF തൂത്തുവാരിയത്. ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം 24. നേതൃത്വത്തോടിടഞ്ഞ CPIMൽ നിന്ന് പുറത്തായവർ പാർട്ടി കോട്ടകളെ വിറപ്പിച്ചു. CPIMന്റെ ഉറച്ച കേന്ദ്രങ്ങളായ പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ TK ഗോവിന്ദനും വൻ വിജയം. CPIMന്റെ സകല തന്ത്രങ്ങളും മറികടന്നാണ് അമ്പലപ്പുഴയിൽ G സുധാകരന്റെ ജയം. അമ്പലപ്പുഴയിൽ G സുധാകരന്റെ തോൽവി ഉറപ്പാക്കണമെന്ന് CPIM നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു. അരയും തലയും മുറുക്കി ഇറങ്ങിയിട്ടും സുധാകരന്റെ മുന്നിൽ H സലാമിന് പിടിച്ചു നിൽക്കാനായില്ല. 10,000-ലേറെ വോട്ടിന്റെ തിളക്കമേറിയ ജയം. കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വിട്ടുകളാണെന്ന് കരുതി ഒരു വിഭാഗം ജനങ്ങളെ അടിച്ചമർത്തുകയും
ചെറിയൊരു ഭാഗം ആളുകളെ മാത്രം ചുറ്റും നിർത്തി പ്രോത്സാഹിപ്പിക്കുകയും കുറേ പേരുടെ വകയാണ് ഭരണവും കരുതിയവർക്കുള്ള തിരിച്ചടിയാണ്. ജനാധിപത്യത്തിൽ വിശാല ബോധമാണ് ജനപിന്തുണയുടെ അടിസ്ഥാനം. ഇതുവരെ ചെങ്കുടി മാത്രം പറന്ന കണ്ണൂരിലെ പയ്യന്നൂരിൽ CPIM അടിപതറി. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉന്നയിച്ച് പാർട്ടിക്ക് പുറത്തായ മുൻ ജില്ലാ കമ്മിറ്റി അംഗം V. കുഞ്ഞികൃഷ്ണന്റെ വിജയം CPIMന് കനത്ത പ്രഹരമാണ്. കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ CPIMനെതിരെ അണികളിലുണ്ടാക്കിയത് കടുത്ത അതൃപ്തിയെന്ന് വ്യക്തമായി. ജയിക്കുന്നുള്ള ഒരു പ്രതീക്ഷയോടെയും മത്സരിച്ചതല്ല, ജയിക്കാൻ മത്സരിച്ചതുമല്ല, ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി, ഒരു സമരത്തിന്റെ ഭാഗമായി മത്സരിച്ചതാണ്. റിസൾട്ട് വന്നപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയമാണ് ജനങ്ങൾ സമ്മാനിച്ചത്. അതിന് പയ്യന്നൂർ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളോടുമുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് മുൻ ജില്ലാ കമ്മിറ്റി അംഗം TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായത്. പാർട്ടി സംവിധാനങ്ങൾ ഒന്നിച്ചിറങ്ങിയിട്ടും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സിറ്റിംഗ് മണ്ഡലം സംരക്ഷിക്കാനായില്ല. ഒരു ചരിത്ര വിജയമാണ്. ഒരു സംഘടനയിൽ ഉണ്ടാവേണ്ടുന്ന ജനാധിപത്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോരാട്ടം നടത്തിയിട്ടുള്ളത്. ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചൊരു MLA ആണ്. അതിന് സർവ്വ പിന്തുണയും നൽകിയത് UDF ആണ്. അതുകൊണ്ട് തന്നെ UDFന്റെ ഭാഗമായിട്ടുള്ള ഒരു MLA ആയിരിക്കും. ഐഷ പോറ്റി, PV അൻവർ, A. സുരേഷ്, PK ശശി തുടങ്ങിയവർ വിജയിച്ചില്ലെങ്കിലും എതിരാളികളായ CPIM സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം കുറച്ചു. എങ്കിലും CPIM കോട്ടകളെ വിറപ്പിച്ച 3 നേതാക്കളുടെ വിജയം പാർട്ടി നേതൃത്വത്തെ ഇരുത്തി ചിന്തിപ്പിക്കും. ഇലക്ഷൻ ഡെസ്ക് 24. UDF സ്ഥാനാർത്ഥി ഉഷ വിജയനോട് 10,000-ലധികം വോട്ടിനാണ് മന്ത്രി OR കേളുവിന്റെ തോൽവി. തിരഞ്ഞെടുപ്പിനെ പാർട്ടി ഒറ്റക്കെട്ടായി നേരിട്ടതിന്റെ വിജയമാണ് മാനന്തവാടിയിലേത് എന്ന് ഉഷ വിജയൻ പറഞ്ഞു. ജില്ലയിലെ 3 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിനൊപ്പം ഉണ്ടായിരുന്ന ഏക സീറ്റ് പാർട്ടിക്ക് ആശ്വാസമായിരുന്ന മാനന്തവാടിയിൽ ഇത്തവണ CPIMന് അടിപതറി. 10,543 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥിയായിരുന്ന ഉഷ വിജയൻ മന്ത്രിയായ OR കേളുവിനെ പരാജയപ്പെടുത്തിയത്. വികസനം എന്ന നിലയിൽ ഇടതുപക്ഷം ഉയർത്തിക്കാട്ടിയ പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന് പ്രതീക്ഷയാണ് മാനന്തവാടിയിൽ ഇല്ലാതായത്. വോട്ടെണ്ണലിൽ 9ാം റൗണ്ട് കഴിഞ്ഞതോടെ UDFന്റെ ഭൂരിപക്ഷം ഉയരുകയായിരുന്നു. കോട്ടയായ തിരുനെല്ലി പഞ്ചായത്തിലും പ്രതീക്ഷിച്ച വോട്ട് LDF നേടിയില്ല. UDFന്റെ എല്ലാ ഘടകകക്ഷികളും ഒരുമിച്ച് ഒറ്റക്കെട്ടായി വളരെ കൃത്യതയോടുകൂടി വളരെ നന്നായിട്ട് വർക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ജയമുണ്ടായത്. എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനം തോന്നുകയാണ്. മാനന്തവാടി UDFന്റെ മണ്ണാണ്. അതുകൊണ്ട് തന്നെ UDF ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് തിരിച്ചു പിടിച്ചു. മുൻമന്ത്രി PK ജയലക്ഷ്മിയാണ് മാനന്തവാടിയിൽ നിന്നും ജയിച്ച് നിയമസഭയിലെത്തിയ അവസാനത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. ഭിന്നതകൾ രൂക്ഷമായിരുന്ന മാനന്തവാടിയിൽ ലീഗ് പിന്തുണച്ച് സ്ഥാനാർത്ഥിയായ ഉഷ വിജയനിലൂടെ മണ്ഡലം വീണ്ടും കോൺഗ്രസ് തിരികെ പിടിക്കുകയായിരുന്നു. 24 വയനാട്. കൊല്ലം ചടയമംഗലത്ത് LDF കോട്ട തകർന്നു. മന്ത്രി J. ചിഞ്ചുറാണി അട്ടിമറിച്ച് MM നസീർ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. CPIയുടെ ഉറച്ച കോട്ടയായ ചടയമംഗലത്താണ് സംസ്ഥാന മന്ത്രിയും സിറ്റിംഗ് MLAയുമായ J. ചിഞ്ചുറാണിക്ക് വലിയ പരാജയം നേരിടേണ്ടി വന്നു. CPIയുടെ ഉറച്ച കോട്ടയായിരുന്നു ചടയമംഗലം. മണ്ഡലത്തിൽ രണ്ടാമതും പോരാട്ടത്തിനിറങ്ങിയ ചിഞ്ചുറാണിക്ക് പരാജയം രുചിച്ചറിയേണ്ടി വന്നു. ആഞ്ഞുവീശിയ UDF തരംഗത്തിൽ ചടയമംഗലം എന്ന LDF കോട്ടയും തകർന്നടിഞ്ഞു. 7,486 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് UDF സ്ഥാനാർത്ഥി MM നസീർ അട്ടിമറി വിജയം കൈവരിച്ചത്. 68,281 വോട്ടുകൾ MM നസീർ നേടി. J. ചിഞ്ചുറാണിക്ക് ലഭിച്ചത് 60,795 വോട്ടുകൾ. NDA സ്ഥാനാർത്ഥി RS അരുൺരാജിന് 20,971 വോട്ടുകളും ലഭിച്ചു. CPIയുടെ കുത്തക സീറ്റുകളിൽ ഒന്നായിരുന്ന ചടയമംഗലത്ത് വികസനവും ഭരണവിരുദ്ധ വികാരവും രാഷ്ട്രീയ ആരോപണങ്ങളും ചർച്ചയായി. CPIക്കുള്ളിലെ പടലപ്പിണക്കങ്ങളും പരാജയത്തിന് കാരണമായി. പാർട്ടി കലഹത്തെ തുടർന്ന് പ്രവർത്തകരുടെ മുന്നണി മാറ്റവും പ്രധാന നേതാവ് മുസ്തഫയുടെ കോൺഗ്രസ് പ്രവേശനവും ചർച്ചയായി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13,678 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് J. ചിഞ്ചുറാണിക്കുണ്ടായിരുന്നത്. 24 കൊല്ലം.
പത്തനാപുരത്ത് 25 വർഷത്തെ KB ഗണേഷ് കുമാറിന്റെ ആധിപത്യം തകർത്ത് ജ്യോതികുമാർ ചാമക്കാല. 8310 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജ്യോതികുമാർ ചാമക്കാല വിജയക്കൊടി പാറിച്ചത്. കൊണ്ടും കൊടുത്തും നടന്ന പോരാട്ടം. ആരോപണ പ്രത്യാരോപണങ്ങൾ ചർച്ചാ വിഷയമായ മണ്ഡലം. ഹൃദയത്തിലുണ്ട് KB ഗണേഷ് കുമാർ എന്നും അരികിലുണ്ട് ചാമക്കാല എന്നുമുള്ള പോസ്റ്റർ വാക്യങ്ങളിൽ പോലും വിട്ടുവീഴ്ചയില്ലാത്ത മത്സരം. പത്തനാപുരം മണ്ഡലം ഗണേഷ് കുമാറിന്റെ കയ്യിൽ നിന്ന് ജ്യോതികുമാർ സ്വന്തമാക്കിയത് 8310 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ. 68,275 വോട്ടുകളാണ് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ലഭിച്ചത്. KB ഗണേഷ് കുമാറിന് 59,965 വോട്ടുകളും NDA സ്ഥാനാർത്ഥി S അനിൽപിള്ളയ്ക്ക് 7,031 വോട്ടുകളും ലഭിച്ചു. 2001 മുതൽ തുടർന്ന് ഗണേഷ് കുമാറിന്റെ ആധിപത്യത്തിനാണ് അന്ത്യമാകുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 14,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് ജ്യോതികുമാർ ചാമക്കാലയെ ഗണേഷ് കുമാർ പരാജയപ്പെടുത്തിയത്. തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ KB ഗണേഷ് കുമാറിന് എതിരെ ഉയർന്ന വിവാദങ്ങളും തിരിച്ചടിയായി. സോളാർ ഗൂഢാലോചന കേസിലെ വിചാരണ, ഗണേഷ് കുമാർ പ്രസിഡന്റായിരുന്ന പത്തനാപുരം താലൂക്ക് NSS യൂണിയനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് വിവാദങ്ങൾ, പത്മ കഫേ നിർമ്മാണത്തിലെ അഴിമതി ആരോപണം, കുടുംബവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങൾ എന്നിവയെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വന്നു. അപ്പോഴും സർവേ ഫലങ്ങളെല്ലാം ഗണേഷ് കുമാറിന് അനുകൂലമായിരുന്നു. ഇനി പത്തനാപുരം ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് സ്വന്തം. 24 കൊല്ലം. കടല് കടന്നും ആഘോഷമുണ്ട്. UDFന്റെ മിന്നും വിജയം ആഘോഷമാക്കി ദമാമിലെ മലയാളികളും. ഓരോ UDF സ്ഥാനാർത്ഥിയുടെയും വിജയം സൗദി കിഴക്കൻ പ്രവിശ്യയിലെ KMCC പ്രവർത്തകർ ആഘോഷ ആരവങ്ങളോടെയാണ് സ്വീകരിച്ചത്. കേരളം ആര് ഭരിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയിൽ ഉറക്കമില്ലാത്ത രാവിന് ശേഷം പ്രവാസലോകം ഇന്ന് പുലർച്ചെ ഉണർന്നത് ആവേശത്തിന്റെ കൊടുമുടിയിലേക്കായിരുന്നു. വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകൾ മുതൽ തന്നെ പ്രവാസലോകത്തെ UDF അനുകൂല പ്രവർത്തകരിൽ ഏറെ ആവേശം വലതള്ളി. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ KMCC പ്രവർത്തകരും ഏറെ ആവേശത്തിലായിരുന്നു. ഓരോ സ്ഥാനാർത്ഥിയുടെ വിജയവും കരഘോഷത്തോടെയും വോട്ടർമാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചും മധുരം വിതരണം ചെയ്തുമെല്ലാം ഇവർ ആഘോഷിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി സർക്കാരിനെതിരെ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ ഇതിനെതിരെ വിധി പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു 1-2 മാസക്കാലത്തോളം എന്നുള്ളത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടമായിരുന്നു. ഈ പ്രതിസന്ധിയിലും കേരളത്തിന്റെ ഭരണം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള പങ്ക് വഹിച്ചുകൊണ്ട് കിഴക്കൻ പ്രവിശ്യയിൽ നിന്ന് KMCCയുടെയും UDFന്റെയും പ്രവർത്തകർ അവരുടേതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തിരിക്കുകയാണ്. ഈ എല്ലാ സ്ഥാനാർത്ഥികളും വിജയിപ്പിച്ച UDFന്റെയും KMCCയുടെയും OICCയുടെയും എല്ലാ പ്രവർത്തകർക്കും മലപ്പുറം ജില്ലാ KMCCയുടെയും ഇനിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. 60 വർഷക്കാലം CPMന്റെ കുത്തക സീറ്റാക്കി വെച്ച തൃക്കേപ്പൂരിന്റെ വികസനം മുരടിച്ച് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ സന്ദീപ് വാര്യരെ കൊണ്ട് നമുക്ക് ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാ വോട്ടർമാർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. കേരളത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ല് എന്ന് പറയുന്നത് നമ്മുടെ പ്രവാസികളാണ്. ഈ പ്രവാസികളോട് കഴിഞ്ഞ 10 വർഷം അനീതി കാണിച്ച പിണറായി സർക്കാരിനെ താഴെ ഇറക്കിയ മുഴുവൻ വോട്ടർമാരും കിഴക്കൻ പ്രവിശ്യ KMCCയുടെയും എല്ലാവരുടെയും ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ മിന്നുന്ന വിജയമാണ് UDFന് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഫാത്തിമ തേലിയുടെ വിജയം. UDFന്റെ കുത്തക സീറ്റായിട്ട് വെച്ചിരുന്ന പൊന്നാനി ഇപ്രാവശ്യം നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരട്ടി മധുര. കാരണം 38 വോട്ടിൽ നിന്ന് 32,000 വോട്ടിലേക്ക് നജീബ് എത്തിയിട്ടുണ്ടെങ്കിൽ അത് നജീബിന് വോട്ട് ചെയ്ത എല്ലാ വിഭാഗം വോട്ടർമാർക്കും പ്രത്യേകം നന്ദി. മങ്കട മണ്ഡലത്തിലെ ഇപ്രാവശ്യം എല്ലാവരും കാണാത്തൊരു പ്രതിനിധിയാണ് കണ്ടത്. മങ്കട മണ്ഡലത്തിന്റെ പ്രസിഡന്റ് കൂറുമാറിക്കൊണ്ട് സ്വന്തം പാർട്ടിക്കെതിരെ മത്സരിച്ച് വളരെയധികം ദയനീയമായ ഒരു തോൽവിയാണ്. 36,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അലി സാഹിബ് അവിടെ വിജയിച്ചത്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനമൂർത്തമാണ്. മണ്ഡലത്തിൽ നിന്ന് 4 മണ്ഡലവും വിജയിക്കാൻ സാധിച്ചത്. ദമാമിൽ നിന്നും സുബൈർ ഉദ്നൂർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.